പ്രകാരം സംസാരമുള്ള കൃപ നൽകണം. എല്ലാ ദുഷ്ട വ്യാപാരങ്ങളും നിങ്ങൾ ആത്മാവിൽ ബ്ലോക്ക് ചെയ്യുന്നു. എല്ലാ മുൻവിധികളെ നിങ്ങൾ ആത്മാവിൽ ബ്ലോക്ക് ചെയ്യുന്നു. ഈ ജനം പിടിപ്പിക്കുന്നതിന് തടസ്സമായി ദുഷ്ടൻ കെട്ടിക്കുന്ന സകല ബോധങ്ങളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലോക്ക് ചെയ്യുന്നപ്പ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് ഇവർക്ക് വേണ്ടി ഒരു പുതിയ വഴി ഈ മാസം കർത്താവ് തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. 12 വർഷം കൊണ്ട് രക്തസ്രവത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി, ജീവിതത്തിനകത്ത് ഒരു സമാധാനമില്ല, ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥതയില്ല, ഒരിടവും പോകാൻ ഇഷ്ടമല്ല, ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ല, അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു സഹോദരി താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ടു. സഹോദരി വിചാരിച്ചത് യേശുവിനെ തൊട്ട യേശു അറിയത്തില്ലായിരുന്നു എന്ന്. പക്ഷെ പരിശുദ്ധമോ നിങ്ങളോട് പറയുന്നു, യേശു എവിടെ വെച്ച് നിന്നെ നീ എവിടെ വെച്ച് യേശുവിനെ തൊട്ടാൽ യേശോപ്പ നിന്നെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിലാപ ഭവനത്തിലായിക്കോട്ടെ, അത് സന്തോഷ ഭവനത്തിലായിക്കോട്ടെ, അത് സഭയ്ക്കകത്തായിക്കോട്ടെ, കൂട്ടുകാരിയ്ക്കുമ്പോഴായിക്കോട്ടെ, ഏത് മേഖലയിലായാലും യേശോപ്പച്ചനെ കാണും. യേശോപ്പ കാണും. മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയല്ല, അവന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നമ്മൾ ദൈവത്തെ മറച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സഹോദരി വിചാരിച്ച എന്താ, മറഞ്ഞ് ഞാൻ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം, പുറകിലൂടെ വന്ന്. എന്തുകൊണ്ടാണ് ഈ സഹോദരി പുറകിലൂടെ വന്ന് തൊട്ടെ? ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ പുറകിൽ കൂടെ തൊട്ടെ? മുമ്പിലൂടെ വന്ന് തൊടാൻ ധൈര്യമില്ലാത്ത, മുമ്പിലൂടെ വന്നൊന്ന് തൊടാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് രക്തസ്രവം എന്നുള്ള രോഗം ഭയങ്കര ശാപമുള്ള രോഗം. അവർക്ക് കുടുംബജീവിതം കാണത്തില്ല, അവൾക്കൊരു നന്മയില്ല, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. ഈ ദൂത് എന്തിനാ എടുത്തത് ഞാൻ ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അങ്ങനെയുള്ള ചില ഇതിൻ്റെ അകത്ത് വരുന്നു. ഇനി ഏക പ്രത്യാശ യേശു കർത്താവ് മാത്രമാണ്. ഇനി ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. ഹസ്ബൻഡ് കൈവിട്ടു, അമ്മ കൈവിട്ടു, നാട്ടു കൈവിട്ടു, ജീവിതത്തിൽ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ച സകലനെ കൈവിട്ടു. ചിലരിതിനൊക്കെ തിരിപ്പുണ്ട്. പരിശുദ്ധമോ പറയുന്നു, ആര് നിന്നെ കൈവിട്ടാലും പ്രിയ ആന്റി ഒന്ന് വിളിക്കും. അതെ, സ്കാർഫ്, യെസ്, നമുക്ക് കൈവെക്കും. ആര് കൈവിട്ടാലും യേശോപ്പ കൈവിടത്തില്ല കേട്ടോ. ആര് കൈവിട്ടാലും, ബന്ധുക്കൾ മുഴുവൻ കൈവിട്ട ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ആലാറി കരഞ്ഞോണ്ടാണ് നീ വന്നേ. ഇന്നെങ്കിലും എനിക്കൊരു ദൈവശബ്ദം കേൾക്കണം, ഇന്നെങ്കിലും യേശോപ്പന്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയണം. ദൈവാത്മാവനോട് പറയുന്നു, നിന്റെ കയ്യിലുള്ളത് നീ ചെലവഴിച്ചിട്ടോ നീ ഒരു സൗഖ്യം പ്രാപിക്കാതെ ഇതിൻ്റെ അകത്ത് കയറി വന്നിരിക്കുന്നുണ്ടെങ്കിൽ യേശോപ്പ നിന്നെ കാണും. നമ്മൾ പലപ്പോഴും മാനസികമായി വല്ലാതെ വേദന വരുമ്പോൾ നമ്മൾ ആരോടും പറയാറില്ല, നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക. പലപ്പോഴും നമ്മൾ ചില ഇടങ്ങളിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചിലരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു ഭാഷയാണ്. മുറിപ്പെട്ടവന്റെ ആയുധമാണ് കണ്ണുനീര്. മുറിപ്പെട്ടെങ്കിൽ നീ കരയും, ശരിയല്ലേ? ഹൃദയത്തിന്റെ അകത്ത് വേദന ഉണ്ടായാൽ നമ്മൾ പുരുഷന്മാരെ അപേക്ഷിച്ച് അവർ ഏറെക്കുറെയൊക്കെ അവർ കരയുന്നത് രഹസ്യമായിട്ടായിരിക്കും. അപ്പന്മാർ കരയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ആരുമില്ല. അമ്മമാര് കരഞ്ഞിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പന്മാര് കരയത്തില്ല. അപ്പനാണ് കുടുംബത്തിലെ നായകൻ. അപ്പൻ കരഞ്ഞ കുടുംബം, ഞാൻ പറയുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പന്മാര് കരയും. എപ്പോഴും അറിയാമോ? ആരോരുമില്ലാത്ത ചില ഇടങ്ങൾ അവർ നോക്കി നടക്കൊന്ന് കരയാൻ. ആരുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് പൊട്ടിക്കരയുന്ന ചില സഹോദരന്മാരെ നിങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. നിങ്ങൾ മറഞ്ഞിരിക്കുന്നില്ല, എന്റെ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്. നമ്മുടെ കരച്ചിൽ ആരും കണ്ടില്ലേ? ഏട്ട അപ്പ നമ്മളെ കണ്ടാലുണ്ടല്ലോ, ഹല്ലേലൂയ. അധികാരിയുടെ മുമ്പിൽ പോയി കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഡോക്ടറിന്റെ മുമ്പിൽ സോറി എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? പക്ഷേ കാണേണ്ടവൻ നിന്നെ കണ്ട, അറിയേണ്ടവൻ നിന്നെ അറിഞ്ഞ, സ്നേഹിക്കേണ്ട. എനിക്കറിയാം, ഈ ദൂത് ഞാൻ തയ്യാറാക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവേ ഈ ദൂത് വെറുതെ അതിൻ്റെ അകത്ത് പോയിട്ട് തിരിച്ച് ഡബിളായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്, ഇത് അതിൻ്റെ അകത്തോട്ട് തന്നെ ഇറങ്ങണം. ചില ദൂതുകളൊക്കെ ചില ശുശ്രൂഷകളിലൊക്കെ പുറത്തു പോകുന്നതുകൊണ്ട് അറിയാം, ഇവരിങ്ങനെ വചനം കേട്ടിരിക്കുന്നതുകൊണ്ട് എത്ര ദൂത് പറഞ്ഞാൽ അത് റിസീവ് ചെയ്തില്ല. നമുക്കറിയാം, നമ്മൾ പറയുന്ന ദൂത് ഡബിൾ പോർഷനായിട്ട് തിരിച്ചു വരും. ഞാൻ അതിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പോർഷനും എനിക്ക് വേണ്ട, ദൈവം സംസാരിച്ച വാക്കുകൾ അതുപോലെ ഇവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന്
പ്രവചിക്കാൻ പറ്റും, പാട്ടുപാടാൻ പറ്റും, വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റും, ഓടാൻ പറ്റും. ദൈവ സാന്നിധ്യം ഇല്ലാതെ ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. അപ്പാ യേശു അപ്പാ അങ്ങേ എനിക്ക് ഏറെ ഇഷ്ടമാ. അപ്പാ യേശു അപ്പാ നിൻ വഴികളിൽ ഞാൻ നടന്നിടും. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തി അപ്പാ എന്ന് വിളിച്ച സാന്നിധ്യം ഇറങ്ങും. കാരണം അവൻ നടക്കുന്നത് അവന്റെ വഴിയിലല്ല. ആർക്കൊക്കെ പിടികിട്ടുന്നുണ്ട്? നീ നടക്കുന്നത് ദൈവത്തിന്റെ വഴിയിലാണ്. ദൈവത്തിന്റെ വഴി തകർത്താണ് നീ ആയിരിക്കുന്നത്. മാനുഷ്യമായി ആരെ സഹായിച്ചില്ലേലോ, ആരെ കരുതിയില്ലേലോ, അധികാരികൾ നിനക്കെതിരെ നിന്നാലും നീ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പപ്പ പ്രാർത്ഥിക്കാനൊക്കെ രാത്രി ആമങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. പപ്പ മീറ്റിങ്ങിന് പോകുന്നതായിരിക്കും. 7 മണിക്ക് പോകും. 7 മണിക്ക് പോയിട്ട് 9 മണിക്ക് തിരിച്ചു വരാനുള്ളൂ. പപ്പ വരത്തില്ല. പപ്പ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അവർക്ക് എത്ര മാത്രം ആ ഒരു പൈശാചിക മേഖലകളിലെ ഡെലിവറൻസ് ഉണ്ടാകണോ അത്രയും സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. വരുമ്പോ 12 മണി 1 മണിയാവും. നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സമയമാവും. നമ്മള് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കും. ഉറങ്ങിപ്പോവും. ഒരു 10 മണിയൊക്കെ ആകുമ്പോ ഉറങ്ങിപ്പോവും. അമ്മയോട് ചോദിക്കും ഇനി വരുമോ, ഇപ്പൊ ഞാൻ എന്റെ അനിയന് മാറി വരെ ചോദിച്ചൊരു സമയം ഉണ്ടായി. ഒക്കെ വിഷമം തന്നിട്ടുണ്ട്. എന്റെ അപ്പഴത്തെ സ്നേഹം കിട്ടാതെ എല്ലാ ദിവസവും മീറ്റിംഗ് ആണ്. ഇപ്പോഴത്തെ പോലെ ഒന്നല്ല അപ്പോഴത്തെ സീസൺ. എല്ലാ ദിവസവും പപ്പയെ കാണാൻ പറ്റത്തില്ല. പപ്പ രാവിലെ വരും, എല്ലാ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുവരാളെല്ലാം കൊണ്ടുവരും. എന്നിട്ട് പോവാ, രാവിലെ പോവാ വിസിറ്റിങ്ങിന്. അന്ന് ആ വിതച്ചതിന്റെ ഒപ്പം ഈ സഭ കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടോ? ആർപ്പോടെ കൊയ്യുന്നൊരു സീസൺ ഉണ്ട് പോലെ. ഒരു സീസൺ ഉണ്ട് പോലെ. ആരുടെയൊക്കെ പരിശുദ്ധമോ പറയുമ്പോ നീ കണ്ണുനീരോടെ എവിടെയെങ്കിലും വിതച്ചിട്ടുണ്ടോ? പല കാര്യങ്ങളും ഒറ്റയ്ക്കാ ചെയ്യുന്നത്. പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ആരെ കൂട്ടുപിടിക്കാറില്ല. അന്ന് ആ ഒറ്റയ്ക്ക് ചെയ്തത് കൊണ്ട് അപ്പൻ ദൂതന്മാരെ ഇറക്കി ഇങ്ങനെ മനോഹരമായ ആള് തന്നു. നീ അല്പത്തിൽ വിശ്വസനായിരുന്ന അധികത്തിന് വിചാരകനാണ്. ചെറിയ ചെറിയ കാര്യം പാട്ടുപാടാനാണോ, കസേരയിടാനാണോ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണോ, വിശ്വസതയോടെ നിൽക്ക്. നിന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു മാന്യത ഒരുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആരാധന. മല്ലിക ആന്റിയൊക്കെ ആദ്യമേ നമുക്കുള്ള എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ആന്റിയൊക്കെ കണക്ട് ആയതാ. ആന്റി എൻ്റെ കുഞ്ഞു കാലം മുതൽ ആന്റിയോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയായിരുന്നു, ഈ സഭ എങ്ങനെയായിരുന്നു, നമ്മുടെ ചരിത്രം എങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും ഓർമ്മിപ്പിക്കണേ. എവിടെ നിന്നാ വെട്ടിയെടുത്തത്, ഏതൊക്കെ ഗർഭത്തിൽ നിന്നാ വെട്ടിയെടുത്തത് നീ അറിഞ്ഞോ? അവന്റെ പാദം എടുത്ത് ഇരിക്കാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഈ വർഷം നമ്മളെ വിട്ട് ടാറ്റ പറയുമ്പോ നമ്മൾ ഇത്രയും മനോഹരമായ ഒരു ഇടം കർത്താവ് തന്ന് മാനിച്ച ദൈവത്തിനൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും അമ്മ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ആരെയും ഞങ്ങൾക്ക് മനോഹരമായി തരണമേ. കഴിഞ്ഞ വർഷക്കാലം ഞങ്ങൾ കരുന്നതിന്റെ റിസൾട്ട് ഇതിന്റെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്നത്. അന്നാരും കൂടെ ഇല്ലായിരുന്നു. ആരും പക്ഷെ ദൈവം നടത്തി. ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ തന്നെ പരിശുദ്ധമ്മ പറയുന്നു, ആരും കൂടെ ഇല്ലെങ്കിൽ ദൈവം നടത്തും. ദൈവം നടത്തും. കൂടെ നിൽക്കേണ്ടവർ ദിന്നില്ലെങ്കിൽ ദൈവം തീർച്ചയായിട്ടും കൊണ്ടുവരും. ബിസിനസിന്റെ അകത്ത് ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ സഹകരിക്കാൻ താല്പര്യമില്ലെന്ന് പോയാ കർത്താവ് 2 പേരെ തരും. എന്റെ അപ്പ അങ്ങനെയാ. ഒരു വ്യക്തി നിന്നെ വിട്ടു പോയ എന്റെ അപ്പ എനിക്ക് 4 നിങ്ങൾക്ക് 2 കിട്ടത്തോളൂ. ദൈവരാജ്യത്തിന്റെ ഓടിയാൽ കൂടുതൽ എത്രമാത്രം ദൈവത്തിന് അവൈലബിൾ ആകുന്നോ അത്രമാത്രം നിന്റെ സീസൺ തിരിയും. ദൈവ ശബ്ദത്തിന് നീ വില കൊടുക്കുന്നോ അത്രമാത്രം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മറഞ്ഞിരിക്കുന്നില്ല എന്ന സ്ത്രീ കണ്ടു. യഥാർത്ഥമായി കർത്താവിനെ കണ്ടാൽ ഒരു വിറയലുണ്ടാകും. യഥാർത്ഥമായി ഒരു പാപമോചനം ഉണ്ടായാൽ വിറയലുണ്ടാകും. അതുണ്ടായ ഒരാളാണ്. അപ്പ മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം തീർന്നു പോകും. കണ്ണീരില്ല നാട്ടിൽ ഞാൻ ചേരും നിശ്ചയം. ഈ ലോകത്തുള്ളതെല്ലാം ചപ്പും ചവറുമാണെന്ന് കർത്താവിനെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണേ. ഈ ലോകത്ത് എനിക്ക് കിട്ടുന്നതെല്ലാം ചപ്പും ചവറുമാണ്.
എന്റെ പ്രാണപ്രിയന്റെ സ്നേഹമാണ് എനിക്ക് വലുത്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും പരിശുദ്ധാത്മാവ് എനിക്ക് നേടിത്തന്നോ. ഞാൻ കുഞ്ഞിനെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വചനത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ വീട് ഓലപ്പുരയായിരുന്നു. ഒരു നാണക്കേടുമില്ല പറയാൻ, ഓലപ്പുരയായിരുന്നു. ഓലപ്പുരയ്ക്കകത്ത് വളർന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് 2 നില കെട്ടിടത്തിനകത്ത് പോകണം. എൻ്റെ അമ്മയും പപ്പായും ചിരിക്കും, പക്ഷെ സാഹചര്യമില്ല. എൻ്റെ അമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഓലയിൽ നിന്ന് ഇറ്റിട്ട് വീഴുന്ന ആ മടത്തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ വീഴാതിരിക്കും അമ്മ എടുത്തോണ്ട് ഓടും. പപ്പയ്ക്കും അമ്മയ്ക്കൊന്നും അന്ന് ഉറക്കമില്ലായിരുന്നു. ഇന്ന് ഇത്രയും അതിശയകരമായി എന്നെ കെട്ടിച്ചയച്ച ഭവനത്തിൽ 2 നില വീടാണ്. ദൈവം എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? പലിശ അടക്കി തരത്തോളൂ. തരുമ്പോ ദൈവം ഏതെങ്കിലും വിഷയത്തിനകത്ത് പെൻഡിങ് വച്ചിട്ടുണ്ടെങ്കിൽ അവൻ തരുമ്പോ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി പുറകെ 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 വന്നുകൊണ്ടിരിക്കും. നിനക്ക് സാധ്യതയുണ്ടോ? വിഷയമല്ല. നിന്റെ സാഹചര്യം എന്താ? വിഷയമല്ല. എന്റെ അപ്പനെ പിടിച്ചാ മതി. ഹല്ലേലൂയ. ഞാനിങ്ങനെ ആരാധിക്കുമ്പോ കൂടെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്, ഇവളെന്തിനാ ഇത്ര ആരാധിക്കുന്നത്? അധികം ഇളച്ചു കിട്ടി അധികം ചാടുന്നു. ആ സീസണിലുള്ള ആളാ ഞാൻ. അധികം ഇളച്ചിട്ടുണ്ട് അധികം ചാടുന്നത്. അന്ന് ഞാൻ വേദനയായിരുന്നപ്പോ എനിക്ക് ആരുമില്ലായിരുന്നു, എന്റെ അപ്പം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം ചാടുന്നേ. അധികം പവർ എന്താ? ദൈവം കീച്ചൂളിയുടെ അകത്തൂടെ കൊണ്ടുപോയി നമ്മളെ പരിശീലിപ്പിച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരികയാ. പൊന്നുപോലെ ചോദനകളുടെ അകത്ത് നീ കിടക്കുന്നുണ്ടോ? പരീക്ഷയുടെ അകത്ത് നീ ആയിരിക്കുന്നു. പരിശുദ്ധന്മാരോട് പറയുന്നു പൊന്നുപോലെ. സാഹചര്യം അവൾ രക്തസ്രവമുള്ളവളാണ്, മുതലെല്ലാം നഷ്ടപ്പെട്ടവളാണ്, സൗഖ്യമില്ലാത്ത സ്ത്രീയാണ്, സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്നവളാണ്, അവൾ ഒരു ഒറ്റപ്പെട്ടവളാണ്, അവൾ പരിഹാസ ഏറ്റവളാണ്, അവൾ വേദനിക്കപ്പെട്ടവളാണ്, തകരപ്പെട്ടവളാണ്, ഉടയപ്പെട്ടവളാണ്. അവൾക്ക് എപ്പോഴും കരച്ചിൽ മാത്രമേ ഉള്ളൂ. പ്രത്യാശ നഷ്ടപ്പെട്ടവളാണ്, ആകുലപ്പെടുന്നവളാണ്, ജീവിതം മടുത്തവളാണ്, ഭയപ്പെടുന്നവളാണ്. എന്താ ഭയം? മരിച്ചു പോകുന്നു. രക്തം എന്ന് പറയുന്നത് ജീവനാധാരം. ഈ രക്തം നഷ്ടപ്പെട്ടു പോയാൽ ജീവൻ തീർന്നുകൊണ്ടിരിക്കുക ജീവിതം. ചില വ്യക്തികളോട് പരിശുദ്ധമോ വിരൽ ചൂണ്ടി എനിക്ക് പറയാൻ പറ്റും. ജീവിതത്തിന്റെ അകത്ത് മരണകരമായി ഓർത്താൻ വല്ലാതെ അടിച്ച് കയറിയിരിക്കുക. ആരെ കൊണ്ടുപോട്ടെന്ന് പറയാൻ നിൽക്കണേ. ഇതിന്റെ അകത്ത് കയറിയതുകൊണ്ട് സഭ നിനക്കൊരു സംരക്ഷണമാണ്. നിന്റെ സഭ നിനക്കൊരു സംരക്ഷണമാണ്. നിന്റെ അഭിഷിക്കം നിന്റെ സംരക്ഷണമാണ്. നിന്റെ അഭിഷിക്കം നിനക്കൊരു സംരക്ഷണമാണ്. നിന്റെ പിതാവ് നിനക്കൊരു സംരക്ഷണമാണ്. നിന്റെ മാതാവ് നിനക്കൊരു സംരക്ഷണമാണ്. നിന്റെ ഭർത്താവ് നിനക്കൊരു സംരക്ഷണമാണ്. നിന്റെ കുഞ്ഞുങ്ങൾ നിനക്കൊരു സംരക്ഷണമാണ്. ആർക്കും വില കുറഞ്ഞ് കാണല്ലേ കുഞ്ഞേ. ദൈവത്തിന്റെ ദാനമാണ് ഇവരൊക്കെയോ. നിന്റെ അധികാരം നിന്റെ സംരക്ഷണമാണ്. എന്തുകൊണ്ടാണ് ഹെൽമറ്റ് ധരിക്കണമെന്ന് പറയുന്നത്? അധികാരികൾ ഹെൽമറ്റ് ധരിക്കണമെന്ന് പറയുന്നത്, ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ അപകടം സംഭവിച്ചാൽ നിന്റെ തലയ്ക്ക് ക്ഷതമേറ്റ് നീ മരണത്തിന് കീഴ്പ്പെടും. ഞാൻ വെറുതെ വിസിലടിച്ചാൽ നിങ്ങളെല്ലാവരും ചിരിക്കും. പക്ഷെ പോലീസ് യൂണിഫോം ഞാനിട്ട് വിസിലടിച്ചാൽ നിൽക്കേണ്ടവൻ നിൽക്കുമെന്ന് മനസ്സിലായില്ല. ഞാൻ വെറുതെ നിന്നിങ്ങനെ വിസിലടിക്കും. അപ്പൊ പറയാ നിർത്ത്, നീ എന്തിനാ വിസിലടിക്കുന്ന? മീറ്റിംഗ് ആയിരുന്നു, നീ എന്തിനാ വിസിലടിക്കുന്നത്? അപ്പൊ ഞാൻ നോക്കിയിട്ട് പപ്പയെ ചിരിക്കും, പപ്പേനെ വഴക്കം പറയും. എന്നിട്ട് ഞാൻ ചിരിച്ചോണ്ടിരിക്കും, നിങ്ങളും ചിരിച്ചോണ്ടിരിക്കുക. പക്ഷെ പോലീസ് യൂണിഫോം ഇട്ട് ദൈവത്തിന്റെ അധികാരപത്രവുമായി വിസിലടിക്കാൻ തുടങ്ങിയ മനസ്സിലാകുന്നുണ്ടോ? അധികാരവുമായി ഇതിനകത്ത് ചില വ്യക്തികൾ പുറത്തു വരികയാണ്. അധികാരവുമായി ദൈവത്തിന്റെ മക്കളാണ് നീ. രക്തസ്രവക്കാരി ശിഷ്യന്മാരെ നോക്കിയില്ല, പരീക്ഷന്മാരെ നോക്കിയില്ല, പുരോഹിതന്മാരെ നോക്കിയില്ല, തോടേണ്ടവനെ തൊട്ട്.
സാഹചര്യം നോക്കാതെ തൊടേണ്ടവനെ തൊടാനാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാര്യം വന്നേ. ദൈവാത്മാരോട് പറയുന്നു, നിങ്ങൾ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകൂ. ഏത് വിഷയത്തിന് നടുവിൽ നീ ഭാരപ്പെട്ടോ, ഏത് കണ്ണുനീരിന്റെ താഴ്ചയിൽ നീ ആയിപ്പോഴോ, എവിടെയൊക്കെ നീ ഭാരപ്പെട്ടോ, വേദനിക്കപ്പെട്ടോ, തകരപ്പെട്ടോ, അതേ വിഷയത്തിനകത്ത് ദൈവം ചില പരിഹാരങ്ങളുമായി സുജസിനോട് പരിശുദ്ധ പറയുന്നു. ദൈവം ചില പരിഹാരങ്ങൾ ഒരുക്കാൻ പോകുന്നു. സാമ്പത്തികമായ വിഷയത്തിനകത്ത് ദൈവം ഒരു പരിഹാരം ഒരുക്കാൻ പോകുന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടാനാ നീ വന്നത്. കർത്താവിനോട് പറയുന്നു, നീ തൊടുന്നത് ആരും കണ്ടില്ല, എന്റെ അപ്പ കാണുന്നുണ്ട്. ഒരു തീ, ഒരു ആത്മാവിന്റെ തീ ഒരിടത്ത് കത്തിയാണ്. ആ തീ ഉള്ളവനെല്ലാം ആകർഷിച്ചുകൊണ്ടിരിക്കും. തീ ഇല്ലാത്തവൻ കയറത്തില്ല, തീ ഇല്ലാത്തവൻ കയറത്തില്ല, വിമർശിക്കുന്നവൻ കയറത്തില്ല, അംഗീകരിക്കാത്തവൻ കയറത്തില്ല, വേദനിപ്പിക്കുന്നവൻ കയറത്തില്ല. ആരുടെ മനുഷ്യന്മാർ പറയുന്നു, ഒരു ആത്മാവിന്റെ തീയിനകത്ത് പിടിക്കുമ്പോ ദൈവം നിശ്ചയിച്ചവർ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇത് ആത്മാവിന്റെ തീയാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ തീയാണ്. എല്ലാവർക്കും കയറാനുള്ള ഇടമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറഞ്ഞിരുന്ന കർത്താവിനെ തൊടാമെന്ന് കരുതിയവളാണ്. യഹൂദ നിയമ എതിരാണ് കേട്ടോ. അവൾക്ക് മാനുഷ്യമായ എതിർപ്പുണ്ട്. സാമ്പത്തിക പദവി അംഗീകാരം ഒന്നും ഇല്ലാത്തവളാണ്. ഹല്ലേലൂയ. അംഗീകാരവും സ്നേഹവും കരുതലും ഒന്നും കിട്ടാത്ത ചിലതിൻ്റെ തിരുപ്പുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ദൂതുണ്ട്. ആരും നിന്നെ സ്നേഹിച്ചില്ലേലോ, ആരും നിന്നെ കരുതിയില്ലേലോ, ആർക്കും നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേലോ, എൻ്റെ അപ്പയാണ് എൻ്റെ മോക്ക് വേണ്ടി ചെയ്യാം. നിനക്കെതിരായി വരുന്ന സകലത്തെയും തകർത്തുകൊണ്ട്. കാരണം നീ നിൽക്കുന്നത് ദൈവത്തിലാണ്, നീ നിൽക്കുന്ന ദൈവത്തിൻ്റെ മകളായിട്ടാണ്, നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മകനായിട്ടാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു അധികാരമുണ്ട്, നിന്റെ മേലൊരു ദൈവപ്രവൃത്തിയുണ്ട്. യഥാർത്ഥമായിട്ട് കർത്താവിനെ അറിഞ്ഞ അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിറയിലുണ്ടാവും. ഞാൻ ആദ്യം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കും, എനിക്ക് വിറയിലാണ് ഫസ്റ്റ് വന്നത്. പിന്നെ കണ്ണുനീര് വന്നു. എൻ്റെ ദൈവമേ, എന്നെ തിരഞ്ഞെടുക്കാൻ എന്ത് യോഗ്യതയാണ്. ചപ്പിലും ചവറിലും കിടന്ന എന്നെ, ലോകഭോഗത്തിൽ കിടന്ന എന്നെ, പാപത്തിൽ കിടന്ന എന്നെ, പ്രസംഗിക്കുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ. ഹല്ലേലൂയ. ശൗലായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അപ്പ എന്നെ സ്നേഹിച്ചത്. എൻ്റെ പപ്പ മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നതല്ല, എൻ്റെ അപ്പ എന്നോട് സംസാരിച്ചുകൊണ്ടാണ്, എൻ്റെ അപ്പ എന്നെ തൊട്ടതുകൊണ്ടാണ്. ഞാൻ അറിഞ്ഞ വേദന, ഞാൻ അറിഞ്ഞ പ്രയാസം, ഞാൻ അറിഞ്ഞ പ്രതികൂലത്തിലായിരിക്കുന്ന ഒട്ടനവധി പേര് ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഞാനൊരു കാര്യം പറയാം, ചില വേദനകൾ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് അനുവദിക്കുന്നത് ഇതുപോലെ വേദന അനുഭവിക്കുന്ന ചിലർക്ക് നീ ഒരു അത്ഭുതമാകാനാണ്. കഷ്ടത വന്നത് എനിക്ക് ഗുണമായി. നിന്റെ ചട്ടങ്ങളെ പഠിക്കാൻ തക്കവണ്ണം, നിന്റെ ചട്ടങ്ങളെ പഠിക്കാൻ തക്കവണ്ണം, ചില ചട്ടങ്ങളെ പഠിക്കാൻ തക്കവണ്ണം. കണ്ണുനീര് വന്നത് നല്ലതായി, വേദന വന്നത് നല്ലതായി, ഒറ്റപ്പെടൽ വന്നത് നല്ലതായി. അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായം 1-ാം വാക്യം. ഇക്കോനിയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. പൗലോസും ബർന്നബാസും കൂടി ഇക്കോനി എന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ് വെളിപ്പെടുന്നത്. ഈ അന്ത്യകാലത്ത് വെളിപ്പെടേണ്ടതും അപ്പോസ്തല പ്രവൃത്തികൾ തന്നെയാണ്. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞാൽ യേശുവിനെ തേടി ഒരു ജനറേഷൻ വന്നിരിക്കും. നിങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം കേട്ട് അനേകം പേര് യേശുവിനെ അറിഞ്ഞിരിക്കും. നമ്മൾ അറിഞ്ഞ സത്യത്തെ മൂടി വെക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അകത്തൊരു പരിശുദ്ധമുണ്ട്. അതുകൊണ്ടല്ലേ ഇതിനകത്ത് കാര്യം വന്നിരിക്കണേ, അല്ലേ? ഞാൻ ക്രിസ്ത്യാനിയാ, ആരും അറിയണ്ട ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. തെറ്റ് കണ്ട് അവ എണീറ്റ് പറഞ്ഞ് നീ ചെയ്യുന്ന തെറ്റാ. ഓ പരിശുദ്ധാത്മാവ് ഉള്ളവർ അവരെഴുന്നേറ്റ് എന്ന് പറയോ, ദൈവത്തിന്റെ പ്രവൃത്തി അത് അപ്രമേയമാണ്, അത് അത്ഭുതമാണ്, അത് അതിശയമാണ്. നമ്മുടെ
അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ അല്ലേ രാവിലെ എഴുന്നേറ്റപ്പോ ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓർമ്മിപ്പിച്ച് എത്ര പേരുണ്ട്? സത്യസന്ധമായി കൈപൊക്കണം. കൈപൊക്കിക്കേ, നന്നായി കൈപൊക്കിക്കേ. ഈ കൈകൾ കാണുന്ന യേശോപ്പാണ്. ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ഇന്ന് പോണം, എനിക്ക് ചിലത് പ്രാപിക്കണം, യേശോപ്പ പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കണം. അങ്ങനെ ഓടിയൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവ ശബ്ദത്തിന് വില കൊടുത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവിനെ സെലക്ട് ചെയ്തത്. ഞാനൊരു കാര്യം പറയാം, ദൈവ ശബ്ദത്തിന് വിലയുണ്ട്, ദൈവദാസന് വിലയുണ്ട്. അഭിഷിക്തൻ നിനക്ക് കളിപ്പാവയല്ല, അഭിഷിക്തന്റെ കളിപ്പാവയല്ല, ദൈവത്തിന്റെ പ്രാണപ്രിയന്റെ അടുക്കലിരിക്കുന്ന നിനക്ക് വേണ്ടി ദൂതുവാഹിയാണ്. ദൂതുവാഹിയാണ്. ഒരു കൂട്ടത്തെ ഒരു ലീഡറിന്റെ അടുത്ത കർത്താവാക്കുന്നത് ദൈവത്തിനറിയാം. ആ ലീഡറിനെ കൊണ്ട് അവരെ മേയ്ക്കാൻ പറ്റുമോ? മോശയെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ മേയ്ക്കാൻ പറ്റും. അവന് വിക്കുണ്ട്, ഇച്ചിരി പ്രയാസമാ, ഇച്ചിരി പ്രതികൂലമാ, ജ്ഞാനമൊക്കെ കുറവാ. പക്ഷെ ദൈവത്തിനറിയാം ഏത് ലീഡർ നിങ്ങൾക്ക് വേണമെന്ന്. ദൈവത്തിന്റെ പദ്ധതിയാ. സകല അധികാരവും കർത്താവിൽ നിന്ന് കിട്ടിയതാ, ദൈവം ഉളവാക്കിയതാണ്, മനുഷ്യനല്ല കേട്ടോ. ഈ അധികാരം തരുന്നതൊക്കെ മനുഷ്യനല്ല, ദൈവമാണ്. നിങ്ങളെ ചില അധികാരസ്ഥന്മാരാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് അത് മാനുഷ്യമല്ല, ദൈവമാണ്. ചില പൊസിഷനിലൊക്കെ കർത്താവ് നിങ്ങളെ ആക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കാം, നിങ്ങളുടെ സഭയിലായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ടീം അംഗങ്ങളുടെ ഇടയിലായിരിക്കും. ദൈവം ചില ഇടങ്ങളിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് മാനുഷ്യമല്ലത്, ദൈവമാണ്. ദൈവം ഒരുക്കുക. ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്കൊരു അവസരം കിട്ടുന്നില്ല, എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റുന്നില്ല, അങ്ങനെ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ ദൈവം അങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ യേശോപ്പായുടെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം വഴി തുറക്കും. അങ്ങനെ തുറന്ന ഒരാളാ. ആരും സ്റ്റേജ് തരാനില്ലായിരുന്നോ, ആരും മൈക്ക് തരാനില്ലായിരുന്നോ. കാട്ടിൻ്റെ അകത്ത് നിലവിളിച്ചൊരു നിലവിളി എൻ്റെ അപ്പ കേട്ടത് കൊണ്ടാണ്. യഥാർത്ഥമായി നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ഡോറുകൾ ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. നീ പോലും പ്രതീക്ഷിക്കാത്ത ഡോറുകൾ ഓപ്പൺ ആകും. ഞാൻ ഇത് പറയുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ഒരു സാക്ഷ്യമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു സഭയ്ക്കകത്തേക്ക് കയറിപ്പോയി. എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞായിരുന്നു, ദൈവശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വചനം കേട്ട ഭയങ്കര ആശ്വാസം. ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും. അങ്ങനെ ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലാത്ത ഒരു പാട്ടായിരിക്കും. ചിലപ്പോൾ അഭിഷിക്ത എണീറ്റ് വന്ന് ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കേൾക്കാൻ പോയാൽ ഞാൻ അവിടെ ചെന്നിരുന്നു. എനിക്ക് വെള്ളിയാഴ്ച ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഈ ദൈവദാസനെയും കണ്ടില്ല. ഞാൻ ചോദിച്ചു, ദൈവമേ, ആൾക്കാരെല്ലാം നിറഞ്ഞിരിക്കുന്നു, ഇതിനേക്കാളും ആളുകളുണ്ട് കേട്ടോ, നിറഞ്ഞിരിക്കുക. സ്റ്റേജ് ഫുള്ള്. അവിടെ ഓർഗൻ വായിക്കുന്ന അഭിഷിക്തനുണ്ട്, വർഷിപ്പ് ലീഡറുണ്ട്. വർഷിപ്പ് ലീഡറിന് ഭയങ്കര ടെൻഷൻ. കാരണം ഈ മെസ്സേജിന്റെ സമയത്ത് മെസ്സേജ് പറയുന്ന ആൾ വന്നില്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട്. നിങ്ങൾ അവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ടെൻഷൻ ഉണ്ട്. നിങ്ങൾ പപ്പയുടെ മുഖത്ത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ടെൻഷൻ വരും. അയ്യോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കണോ? ആ ടെൻഷൻ ഞാൻ ആ വർഷിപ്പ് ലീഡറിന്റെ മുഖത്ത് ഞാൻ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ദൈവശബ്ദം കേൾക്കണം. ദൈവമേ, ഞാൻ 10:45 ആയപ്പോഴേ അവിടെ എത്തി. എനിക്ക് നേരത്തെ പോകണം. ദൈവത്തിന്റെ വർഷിപ്പിന്റെ സമയത്തായിരിക്കും ചിലപ്പോൾ ദൈവാത്മ എന്നെ തുടങ്ങും. ഞാൻ ശുശ്രൂഷകയാണ്, നിങ്ങളുടെ മധ്യത്തെ ഒരു ലീഡറാണ്. പക്ഷെ എനിക്ക് ചില ഇടങ്ങളിൽ പോകുമ്പോൾ ഞാൻ താഴ്ന്നിരിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ വചനം എനിക്ക് കേൾക്കണം. അവർ ചിലപ്പോൾ കുട്ടിന്ന് പാടുമ്പോഴേക്കും എനിക്ക് കണ്ണീര് വരണം. കാരണം ഡെലിവറൻസ് ഉണ്ടാവും. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ആ ദൈവദാസൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിനെ വിളിച്ചിട്ട് ഇങ്ങനെ അയാൾ എന്നെ തിരിഞ്ഞ് നോക്കുക. ഞാൻ ഒരു പയ്യനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ദൈവം ഇതെന്ത് പാട്, എല്ലാവരും കൂടി എന്നെ നോക്കണം. അവിടെ ആ ടീം അംഗങ്ങൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി എന്നെ നോക്കുക. അപ്പോൾ ഞാൻ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ആ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി അങ്കിളും ഇല്ല, അതുകൊണ്ട് ആൻറ്റി ഇന്ന് പ്രീച്ച് ചെയ്യണം. നേരത്തെ കുറിപ്പടി കിട്ടിയില്ല, നേരത്തെ എഴുതാൻ പറ്റിയില്ല, പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടാണ് നിൽക്കുന്നത്. അവിടെ ചെന്ന് നിന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശുശ്രൂഷിക്കുന്ന പരിചയമൊക്കെ ഉണ്ട്. പക്ഷെ പരിശുദ്ധത്തോട് ഞാൻ പറഞ്ഞു, ആ പാങ്ങ ഇറങ്ങണം. കഴിഞ്ഞ നാളുകൾ അവിടെ ശുശ്രൂഷിച്ചത് കൊണ്ട്, അവർക്ക് ആ ശുശ്രൂഷ അനുഭവിച്ചത് കൊണ്ട് പ്രിയ മക്കൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാ, പവിത്ര സിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ അവിടെ ശുശ്രൂഷിച്ചു. എന്നിട്ട് ഈ കൊയർ അംഗങ്ങളുടെ ലീഡറായിട്ട് നിന്ന ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, നിന്റെ പഴയ മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതാണോ അതാണോ ബെറ്റർ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, പരിശുദ്ധങ്ങൾ ചെയ്ത് അങ്ങനെയാ, കുറുപ്പടിയില്ല. ഞാൻ അവരോട് തുറന്നു പറഞ്ഞു, എനിക്ക് കുറുപ്പടിയൊന്നും ഇല്ലായിരുന്നോ, പ്രസംഗിക്കാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഒരു നേരം നമ്മുടെ ദൈവത്തിന്
ഓ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നീ ദൈവത്തിന്റെ സ്ഥലത്ത് ഒരുങ്ങിയിരുന്ന ഞാൻ അഭിഷിക്തനെ വിളിച്ചിട്ട് പറഞ്ഞു, അഭിഷിക്ത, ദൈവശബ്ദം കേൾക്കാനാ ഞാൻ വന്നത്. അഭിഷിക്തൻ ചിരിക്കുക. ഇന്റർനാഷണലൊക്കെ മെസ്സേജ് ചെയ്യാനുള്ള ആളാ ഇത് എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, അവിടെ അനേകം പേര് കരയുന്നതൊക്കെ കണ്ടു. റിസൾട്ട് എല്ലാം ഉടനെ പാസ്റ്ററിന് പോകും. എന്ത് ശുശ്രൂഷ ചെയ്താലും റിസൾട്ട് പോകുന്നത് പാസ്റ്ററിനാണ്. ശരിയല്ലേ? ഒന്നും മിണ്ടുന്നില്ല. പാസ്റ്ററിന്റെ അടുത്ത് പോവോ? അത് കൊള്ളായിരുന്നോ, അതോ ബോറായിരുന്നോ, അതോ മീറ്റിംഗ് ബ്ലെസ്സിങ് ആയിരുന്നോ? ബ്ലെസ്സിങ് അല്ലേ? പാസ്റ്ററിന്റെ അടുത്താണ് പോകുന്നത്. എല്ലാ വിഷയവും പാസ്റ്ററിന്റെ തലയിൽ കൂടെ പോകത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമല്ലാത്ത ജോലിയായിരുന്നു പാസ്റ്ററിന്റെ ജോലി. പക്ഷെ ദൈവം നിർത്തിയിരിക്കുന്നുണ്ട് നിൽക്കുന്നതാ. ഹല്ലേലൂയ. അപ്പോ ഞാൻ അഭിഷിക്തനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവശബ്ദം കേൾക്കാനാണ് ഞാൻ വന്നത്. കുറേ നാളായി വന്നിട്ട്. ഒന്ന് അദ്ദേഹം വിദേശ രാജ്യത്തായിരുന്നു, വന്നിട്ടൊന്ന് കാണാൻ പറ്റിയില്ല. ഒന്ന് ദൈവശബ്ദം കേൾക്കാൻ, ഒന്ന് ദൈവാത്മാവായിട്ട് കണക്ട് ചെയ്യാൻ പോയ എന്നെ. എന്നിട്ട് അഭിഷിക്തൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ, നീ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അപ്പ നിന്നെ കണ്ടതാണ്. നീയാണ് അവിടെ ശുശ്രൂഷിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. നിന്റെ പൊസിഷൻ നിനക്ക് അറിയത്തില്ല, നിന്റെ ജീവിതം നിനക്ക് അറിയത്തില്ല, നിന്നെ എന്താക്കാനാണ് ദൈവം നിർമ്മിച്ചാക്കി വെച്ചിരിക്കുന്നത് നിനക്കറിയത്തില്ല. അത് അൺഎക്സ്പെക്ടഡ് ആണ്. അവന്റെ ഉള്ളിൽ മാത്രമുള്ള രഹസ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അമ്മയുടെ നാട്ടിൽ ചെന്ന് നിൽക്കാറുണ്ട്. 2 മാസം വെക്കേഷൻ വരുമ്പോൾ. ഞാൻ അന്ന് 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു നാടിന് ഭയങ്കര ഇഷ്ടമാണ് പ്രസംഗിക്കാൻ. ഒന്നും അറിഞ്ഞൂടാ. ഞാൻ അവിടെ ചെന്നിട്ടേ, അപ്പോൾ അവിടെ യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ അമ്മയുടെ നാടായിട്ട് എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ ഈ വചനം എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ നടത്തുന്നത്. ഇങ്ങനെ ഞാൻ വായിക്കുക. ഇവർക്ക് റെസ്പെക്ട് ചെയ്തിരിക്കുക. ഇനി എന്താ പറയുമ്പോൾ അറിയില്ല, ഒന്നും പറയില്ല. ഈ 5 വയസ്സ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 10 വയസ്സുള്ള കുട്ടിക്ക് എന്താ പറയാനാണ്? ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ധൈര്യത്തോടെ പോയി ചെന്ന് നിന്ന് ആ ധൈര്യം കർത്താവ് കണ്ട് എല്ലാവരും ചിരിച്ചു. അവിടെ ഇരുന്ന് എല്ലാവരും ചിരിച്ചു. എടി, നിനക്ക് എൻ്റെ കസിൻ വരുമ്പോൾ നിനക്ക് വേറെ ഒരു ജോലിയില്ല, നിന്റെ പപ്പ പ്രസംഗിക്കണം നിനക്ക് പറ്റുമോ ചോദിച്ചേ. നിന്റെ പപ്പ പ്രസംഗിക്കാനൊക്കെ പോ, ശരിയെന്നെ, നിനക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിൽ പല പോസ്റ്ററുകളിലോ എന്റെ ഫോട്ടോ വന്നപ്പോ കാര്യങ്ങൾ തിരിഞ്ഞത് അത് കൂട്ടുകാരെ നിന്നെ കുറിച്ച് അപമാനിപ്പിച്ചാലോ, നിന്നെ ഭാരപ്പെടുത്തിയാലോ, നിന്നെ പരിഹസിച്ചാലോ, നീ എത്തേണ്ട ദൈവം നിന്നെ എത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഏത് ദേശത്തിലാണ് കറങ്ങിയിട്ടുള്ള അതേ ദേശത്തിന്റെ മാന്യത. ഏത് കൂട്ടുകാരനാണ് നിന്നെ കരയിപ്പിച്ചത് അവരുടെ മധ്യത്തിലെ ദൈവം വളർത്തു. കർത്താവ് അങ്ങനെയാണ്. ഇങ്ങനൊരു സ്ട്രാറ്റജിയാണ് കർത്താവ്. നീതിമാനം. നീ എവിടെയാ കരഞ്ഞിട്ടുള്ളത്? ഏത് വീട്ടിലാണ് നീ കരഞ്ഞിട്ടുള്ളത്? ഏത് ഭവനത്തിലാണ് നീ കരഞ്ഞിട്ടുള്ളത്? ഏത് മിനിസ്ട്രിക്കകത്താണ് നീ ഭാരപ്പെട്ടിട്ടുള്ളത്? ഏത് സഭയ്ക്കകത്താണ് നീ കണ്ണുനീരോടെ പോയിട്ടുള്ളത്? അതേ ഇടങ്ങളിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നീതിയോടെ നിൽക്കണം. പാപത്തോട് ഗുഡ് ബൈ പറഞ്ഞ് എനിക്ക് യേശോപ്പ മതി, എനിക്ക് ലോകമോഹങ്ങളൊന്നും വേണ്ട, എൻ്റെ യേശോപ്പന്റെ ഇഷ്ടം ചെയ്താൽ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി ഹല്ലേലൂയ. അപ്പോ ഇക്കൊന്യയില് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ വിശ്വസിക്കാത്തവർ 14:2 വായിച്ചേ. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അപ്പൊ വിശ്വസിക്കാത്തവർ ഇളകാൻ സാധ്യതയുണ്ട്. വിശ്വസിക്കുന്നവർ ഇളകത്തില്ല. വിശ്വസിക്കാത്തവർ എന്ത് ചെയ്യും? ദൂതാണെന്ന് തോന്നുന്നു പിടിക്കുക. ഞാൻ പറഞ്ഞ് തീയതിന്റെ അടിമ പിടിക്കാൻ നിൽക്കുക. അതിന് എനിക്ക് അമ്മ സെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിശ്വസിക്കാത്തവർ ഇളകും. അത് കുടുംബത്തിന്റെ അകത്ത് നിന്നായാലും നാട്ടിൽ നിന്നായാലും സഭയ്ക്കകത്ത് നിന്നായാലും ഇളകുന്നതിനെ നോക്കി ഭാരപ്പെടേണ്ട. മിണ്ടാതിരുന്നാൽ മതി. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ, ഞാൻ നിങ്ങളെ ഭൂമിയിൽ ഉന്നതമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിശ്വസിക്കാത്തവർ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ പൗലോസിന്റെ ബർന്നബാസിന്റെ നേരെ തിരിച്ച് ഇവരിനെ ശുശ്രൂഷിക്കരുത്, ഇവരെ ശുശ്രൂഷിച്ചാൽ അത്ഭുതവും അടയാളങ്ങൾ നടക്കുക, ഇവരെ മാനസികമായി തകർക്കണം. ഇതാണ് ശത്രുവിന്റെ ചിന്ത. അതാരും നമ്മളെ മനസ്സിനെ തകർക്കാൻ എൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ തകർന്ന് എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോഴാണ്.
ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയെ തിരിക്കും. അത് എൻ്റെ പപ്പയാണ് ഞാൻ സ്നേഹിക്കുന്നതെങ്കിൽ പപ്പയെ തിരിക്കും. എൻ്റെ അമ്മയാണ് ഞാൻ സ്നേഹിക്കുന്നതെങ്കിൽ അമ്മയെ തിരിക്കും. അത് നിങ്ങളുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പറയാം. അത് എൻ്റെ കുടുംബം പറഞ്ഞതല്ല. നിങ്ങളുടെ കാര്യം നോക്കണം. മനസ്സിലായോ? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കേ. അല്ലേ സിസ്റ്ററെ? അവർ നിങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നത് നിങ്ങളെ കരയിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ദൈവം തെളിയിക്കാനാ. ചിലർ നിനക്കെതിരെ ഇളകുക, ചിലർ നിനക്കെതിരെ അപവാദം പറയുക, നിന്റെ വിമർശനം. അവർ എഴുന്നേറ്റാലേ നമ്മൾ വളരും. ഹല്ലേലൂയ. ചില ഇടങ്ങളിലൊക്കെ കൊത്തു കിട്ടിയാലേ നമ്മൾ വളരും. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും മരുഭൂമിയുടെ അകത്ത് പാട്ടും പാടി, എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ജനമൊന്നും എനിക്ക് കിട്ടത്തില്ല. നീ അവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കും. കുത്ത് കിട്ടി കരഞ്ഞോണ്ടിരിക്കുക. ഹന്ന കരയുന്നത് പോലെ ഏരി പുരോഹിതരെ കുത്ത് കിട്ടി. എന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറെ കരഞ്ഞതാ. അവിടെ കഴിഞ്ഞ് എൻ്റെ അപ്പ പറഞ്ഞു, സമയം മതി, എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചത് മതി. ദൈവദൂതന്മാരെ ആ സഭയ്ക്കകത്ത് അയച്ച് ചിലതിന്റെ വായടപ്പിച്ചു. വിശ്വസിക്കാൻ പറ്റുമോ? അവന്റെ കൈകൾ കൊണ്ടാണ് നിങ്ങളെ മെനഞ്ഞിരിക്കുന്നത്. മറ്റ് എല്ലാ ശിശുക്കളെ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോ തന്റെ കയ്യിലെ ഉള്ളം കയ്യില് കോടിയെടുത്താണ് നമ്മെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മോട് കർത്താവ് ഭയങ്കര ഇഷ്ടമാ, ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് കുഞ്ഞിനെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒന്നും പ്രതികരിക്കാൻ പോകരുത്. പ്രതികരിക്കുന്ന അടുത്താണ് വിഷയം. എന്താണെന്ന് ചോദിക്കുമ്പോ കുന്തെന്ന് പറയുമ്പോ വിഷയവും ദൈവം അവിടെ ഉണ്ടായിരുന്നു. നീ കുന്തെന്ന് പറയണ്ട, ബാക്കി കൂടെ നീ പൂരിപ്പിരുമോനെ, ഞാൻ വരാന്ന് പറയും. സകല വിശ്വാസികളുടെ അകത്തുണ്ടാകുന്നത് ഇതാ. നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാൻ നീ തയ്യാറായ നിന്റെ മേൽ വാഗ്ദത്തം ഉണ്ടെന്ന് കർത്താവ് പ്രദർശിപ്പിക്കുക. അവൻ നിന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളെ അസൂയാലുക്കളുടെ മുമ്പിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ അവൻ നിന്നെ പ്രദർശിപ്പിക്കുക. ഏത് നാട്ടിലാണോ, ഏത് ഹല്ലേലൂയ കുടുംബത്തിന്റെ അകത്ത് നിന്നാണോ, ഹല്ലേലൂയ ഹല്ലേലൂയ, അവൻ നിന്നെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 14:12. ഓക്കെ, അതിനു മുമ്പേ 14:9 ഒന്ന് വായിക്കാവോ? അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസം കൊണ്ട് ജനസമൂഹം ഭിന്നിച്ചു. യഹൂദന്മാരും അപ്പോസ്തലന്മാരും എന്നുള്ള രണ്ട് വിഭാഗം അവിടെ ഉണ്ടായി. ഒന്ന്, പരിഹാരം വേറെ ഒന്നുമല്ല, നിന്നെ വ്യാപിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോണം. എനിക്കിഷ്ടമല്ലാത്ത കാര്യം കുടുംബത്തിനകത്ത് പറഞ്ഞു കേൾക്കുമ്പോൾ പതുക്കെ എസ്കേപ്പ് ആവണമെന്ന് അർത്ഥം. അവിടെ ഇരുന്നിട്ട് ഞാനാണ് ശരി, പറയാൻ പോകരുത്. പറയാൻ പോയാൽ ദൈവം ഒന്നും പറയത്തില്ല. ഇത്രയും നാൾ വാദിച്ചിട്ട് എന്നാ കിട്ടി? ഒന്നും കിട്ടിയില്ല. കിട്ടിയോ? നിങ്ങളാണ് ശരിയെന്ന് അവരെ തിരിച്ചറിഞ്ഞോ? പ്രതികരിച്ചെന്ന് തിരിച്ചറിഞ്ഞോ? ഇല്ല. മിണ്ടാതിരുന്ന ദൈവം തെളിയിക്കും. അവൻ തെളിയിക്കുമോ? കണക്കനുസരിച്ച് ചിലത് പൊടി തട്ടി എടുത്ത് കർത്താവ് കണക്ക് തെളിയിക്കും. അവരുടെ കഥ പറയാം. ഷീബ പരിശുദ്ധമ്മയോട് പറയുന്നു, നീ അവിടെ ആ ഓഫീസിന്റെ അകത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ചില കണക്ക് പുസ്തകങ്ങൾ റീഗസ് കർത്താവിനെ കുടഞ്ഞ് കാണിക്കുന്നത് പോലെ ചില മേലധികാരികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം കർത്താവിനെ കാണിക്കുന്നു. അതായത് കണക്ക് പുസ്തകമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നത് നീതി പ്രവൃത്തിയാണെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോ ഇവർ രണ്ടായ നമ്മൾ എങ്ങോട്ട് പോയിക്കോണം? ലുസ്ത്ര, ദർബ, ലുക്കവോന്യ പട്ടണങ്ങളിലേക്ക് ഓടിപ്പോണം. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മക്കൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ മക്കളെ ലോകം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, മക്കൾ ഓടിക്കും. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരണം. ഭയങ്കര ഒരു സുവിശേഷത്തിന്റെ ഒരു തത്വമാണ്. ഒരു കുടുംബമാണ് നമ്മൾ അംഗീകരിക്കാത്ത ഒരു 5 കുടുംബം അപ്പുറത്ത് അംഗീകരിക്കാൻ തുറന്നിട്ടിട്ട് ഒരു കുടുംബം അടയപ്പെടും. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നത് കുഞ്ഞിലേ പറഞ്ഞിട്ടുള്ള നല്ലൊരു പാഠമാണ്. ആരും നമ്മെ അംഗീകരിച്ചില്ലല്ലോ. നമ്മൾ അംഗീകരിക്കുന്നവർ ചിലർ അപ്പുറത്തിരിപ്പുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ചിലർ അപ്പുറത്തിരിപ്പുണ്ട്, നമുക്ക് വേണ്ടി കരുതാൻ ദൈവം നിശ്ചയിച്ച ചിലർ. ഇത് പരന്നു കിടക്കുമല്ലേ. ഈ ലോകം ആർക്കും സ്വന്തമല്ല. സ്വന്തമാണോ? നമ്മൾ നേടിയല്ല ഇവിടെ ഇട്ടിട്ട്. അതാ ഞാൻ നേരത്തെ പറയും, മിഥ്യയാണ് എല്ലാം മിഥ്യയാ. ഇന്ന് നമ്മൾ നേടിയ ആരോഗ്യം, ഇന്ന് നേടിയ വിദ്യാഭ്യാസം, ഇന്ന് നേടിയ ജോലി ഇന്ന് തട്ടിപ്പോയാൽ തീർന്നല്ല. ശരിയല്ലേ? എന്നെ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ. ഒന്ന് അമ്മാവെ പ്രതികരിച്ചോണ്ടിരിക്കേ, എല്ലാം തീർന്നു പോകും. ഇന്ന് നമ്മള് വളരെ ഗാംഭീര്യത്തോടെ ഞാൻ എന്തൊക്കെയാണെന്നും പറഞ്ഞ് നിന്ന നാളെ നമ്മൾ തട്ടിപ്പോയാൽ ഒരു മാസം ചിലപ്പോൾ കുടുംബം കരയാതിരിക്കാൻ പറ്റില്ല അവർക്ക്.
1 മാസം കഴിയുമ്പോൾ അവരും മറക്കുമെന്ന്. ഇത്രയേ ഉള്ളൂ ജീവിതം. ശരീരമാണ് ഈ ജീവിതത്തിന്റെ അകത്ത് ചെയ്തു കൂട്ടുന്ന എന്തൊക്കെ പ്രവൃത്തികളാണ് നിങ്ങളെ കുറിച്ച് ശോധന ചെയ്യുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ കരുതാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ? സത്യപാത അവർക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നീതിമാർക്ക് അവർക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ കണക്ക് ചോദിക്കുന്ന സമയമുണ്ട്. ന്യായാസനത്തിന്റെ മുമ്പാകെ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലോ തീയതാകിലോ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14:9 നമ്മൾ വായിച്ചു കേട്ടോ. പൗലോസ് സംസാരിക്കുന്നത് കേട്ടു, ഉറ്റുനോക്കി. ചില ശുശ്രൂഷയൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഉറ്റുനോക്കും, വല്ലം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വെള്ളിയും പൊന്നൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. നീ ഇപ്പൊ ഇരിക്കുകയാ, നീ ഇപ്പൊ കിടക്കുക, അവിടെ നിന്ന് എഴുന്നേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14:10 ചിലയിടത്ത് നിന്നൊക്കെ എഴുന്നേക്കണം. എഴുന്നേറ്റാലല്ലേ കാലൂന്നാൻ പറ്റും. ഇവർ എഴുന്നേക്കാൻ സമ്മതിക്കില്ലെന്ന്. ഇതാണ് ദൂത്. നിങ്ങളെ എഴുന്നേക്കാൻ സമ്മതിക്കത്തില്ല. എഴുന്നേറ്റാലല്ലേ കാലൂന്നാൻ പറ്റുള്ളൂ. നമ്മളെ വെട്ടിക്കളയും. ആ മേഖലയിൽ കർത്താവ് നമ്മെ പണിയും. എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിന്നാലേ കുതിച്ചെഴുന്നേക്കാൻ പറ്റും. ദൂതാണ്. എഴുന്നേറ്റ് രഞ്ജിസോട് പരിശുദ്ധമോ പറയുന്നു, നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു, നിന്നെ കർത്താവ് കാലൂന്നിപ്പിക്കാൻ പോകുന്നു. നിവർന്ന് നിൽക്കാൻ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്നു. നിവർന്ന് നിൽക്കാൻ ആരും സഹായിക്കാനില്ലല്ലോ, ദൈവം സഹായിക്കാൻ ഇറങ്ങും. നീതിമാൻ പ്രതിക്രിയ കണ്ട് സന്തോഷിക്കും. നീതിമാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും പറഞ്ഞു, നീതിമാൻ പ്രതിക്രിയ കണ്ട് സന്തോഷിക്കും. മനുഷ്യ മുഖം നോക്കുമ്പോൾ ഹൃദയം നോക്കുന്നവൻ എൻ്റെ അപ്പൻ. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് എത്ര ഉണ്ടെന്ന് എൻ്റെ അപ്പൻ നോക്കത്തില്ല. എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു, ഏത് മനോഭാവത്തിനാണ് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്, എൻ്റെ അപ്പ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മത്സ്യത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മത്സ്യം ഈ അതിന്റെ വാല് എന്താണ്? മീനാണ്. അതിന്റെ തല പക്ഷെ പാമ്പിനെ പോലെയാണ്. ദൂതാണ്, ദൂത്. ഇയാളോടുള്ള ദൂതാണ്. പരിശുദ്ധമോ പറയാ, ചില മേഖല ചില മനുഷ്യർ നിന്റെ അടുത്ത് വരുമ്പോ അവര് വാലാട്ടി കാണിക്കും. ഒരു മീനാ, ഞാനും നിന്റെ കൂടെ ഉണ്ട്, ഞാനും നിന്റെ കൂടെ നിന്നോളാം, ഞാൻ നിന്നെ സ്നേഹിച്ചോളാം, ഞാൻ നിന്നെ കണ്ടു. പക്ഷെ നിന്നിൽ നിന്ന് അകന്നു മാറുമ്പോ അവര് വിഷം ചീറ്റാൻ പോകുന്നു. പരിശുദ്ധമയോട് പറയുന്നു, ചില അണലികളെ സൂക്ഷിച്ചോണം. നിന്റെ കുടുംബത്തിന്റെ അകത്തോ, നിന്റെ വ്യക്തി ജീവിതത്തിന്റെ അകത്തോ, ബിസിനസിന്റെ അകത്തോ അവരുണ്ട്. കർത്താവ് ഇൻഫർമേഷൻ തരുന്നത് വീണു പോകാതിരിക്കാനാണ്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ, പക്ഷെ അല്ലല്ല. ആത്മാവിന്റെ വിവേചനം വരെ നിങ്ങൾ പ്രാപിക്കണം. ഓക്കെ, ഈ 14:10 നമ്മൾ വായിച്ചു, എഴുന്നേൽക്കണം, കാലൂന്നണം, നിവർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഈ പ്രവൃത്തി ഈ മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? എഴുന്നേറ്റ് നടന്നിട്ടില്ല. ഒരിക്കലും നടക്കാത്ത ചില വിഷയങ്ങൾ പരിശുദ്ധമോ നടത്താൻ പോകുന്നു. ഇനി ഒരു ചാൻസും ഇല്ലെന്ന് നിന്നെ കുറിച്ച് പലരും പറഞ്ഞ ചില വിഷയങ്ങളുടെ അകത്ത് ദൈവം മറുപടികൾ തരാൻ പോകുന്നു. ആരോടൊക്കെ പരിശുദ്ധമോ പറയുന്നു, ഇനി ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും ഒരു നന്മ ഉണ്ടാകത്തില്ല, ഒരു വിടുതൽ ഉണ്ടാകത്തില്ല, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ചില ഇടങ്ങളിൽ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 14:12 വായിക്കാവോ? ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗികയാകയാൽ അവന് ബുധൻ എന്നും പേര് വിളിച്ചു. നമ്മളെ ജനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവർ ഈ പൗലോസും ബർന്നബാസും ദൈവത്തിന്റെ ദേവന്മാരെന്ന് പറഞ്ഞ് പേര് വിളിക്കുക. ഒരാൾക്ക് ഇട്ടുകൊടുത്ത പേരെന്താണ്? ഇന്ദ്രൻ. ഹല്ലേലൂയ. പൗലോസിന് ഇട്ടുകൊടുത്ത പേരെന്താണ്? ബുധൻ. ബർന്നബാസിന് ഇട്ടുകൊടുത്ത പേരെന്താണ്? ഇന്ദ്രൻ. ജനം അങ്ങനെയാ. ബുധനും ഇന്ദ്രനും നിന്നെ വിളിച്ചാൽ നാളെ വേറെ പലതും വിളിക്കും. ജനത്തിന് പുറകെ പോകരുത്. കൈകളടിച്ച് നിന്നെ വിളിച്ചൊരു വിളിയുണ്ട്. നീ മനുഷ്യനല്ല മഹത്വം കൊടുക്കേണ്ടത്, സർവശക്തനായ ദൈവത്തിനാണ്. എന്റെ അനുഭവങ്ങളല്ല നിങ്ങളോട് പറയണം. ഹല്ലേലൂയ. കൂടെ കാണോ? നമ്മുടെ എല്ലാ കാര്യത്തിനും കാണുമെന്ന് വിചാരിച്ച പലരില്ല. വിചാരിക്കാത്ത പല പാത്രങ്ങൾ ഇതിന്റെ അകത്ത്, പുതുമുഖങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടപ്പോ അവര് വസ്ത്രം കീറി. ആര്?
പൗലോസും ബർന്നബാസും. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? പൗലോസും ബർന്നബാസും വസ്ത്രം കീറുക, അതിദുഃഖത്തോടെ ഇരിക്കുമ്പോ ഒരു അഭിഷിക്തൻ ചെയ്യുന്നതാണ് വസ്ത്രം കീറുക. നിങ്ങൾക്കറിയില്ലയോ, സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, ബുധനെയും ഇന്ദ്രനെയും ഒന്നുമല്ല. പൗലോസിനെ ബർന്നബാസിനെ ഒന്നല്ല ആരാധിക്കാനുള്ളത്, നീതിയുള്ള ദൈവത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14:15 വായിച്ചോന്ന്. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യൻ അത്രേ. നിങ്ങൾ ഈ വൃദ്ധകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. വ്യർത്ഥകാര്യങ്ങളെ വിടണം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലം ഉണ്ടാക്കിയവന് നമ്മുടെ സൃഷ്ടിതാവ്. സൃഷ്ടിയെ ആരാധിക്കുന്നത് നിർത്തിയിട്ട് സൃഷ്ടിതാവിനെ ആരാധിക്കണം. സൃഷ്ടിതാവിലേക്കൊന്ന് തിരിയണം. അവിടെയാണ് നിന്റെ സൗഖ്യം, അവിടെയാണ് നിന്റെ സമാധാനം, അവിടെയാണ് നിന്റെ സ്വസ്ഥത. പല മനുഷ്യരിലും നോക്കിയത് കൊണ്ടല്ലേ നീ മുറിപ്പെട്ടത്, പലയിടങ്ങളിൽ നീ കരഞ്ഞത് കൊണ്ടല്ലേ നീ മുറിപ്പെട്ടത്. പരിശുദ്ധന്മാരോടൊക്കെയോ പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകട്ടെ, പരിശുദ്ധന്മാർ എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ഇവിടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ അസാധാരണ ഉപയോഗിക്കപ്പെടുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ദൈവമാണ്. ഹല്ലേലൂയ. ദൈവമാണ് ആ വ്യക്തികളെ ഇതിന്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ പറയണം. ഞാനിതാണ്ട് എഴുതി എടുത്തിട്ട് വന്നതാ. ഇത് ഇത്രയും പൂർത്തീകരിച്ച് പോയില്ലെങ്കിൽ എൻ്റെ അപ്പ എന്നോട് ചോദിക്കും. ഒരു ശബ്ദമായിരിക്കാം ചിലപ്പോൾ ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് അതിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് വരുന്നത്. കണക്ക് കൊടുക്കണം എനിക്ക്. ഇത് വെറും തീക്കളിയായത്, ബിരിവായ്ത്തലുള്ള വാളാണ് ഇത്. എന്നെ പറയുന്ന എന്നെയും വെട്ടു. ഇത് ഞാൻ നീതിമാനല്ലെങ്കിൽ എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഭയത്തോടും വിറയലോടും എന്റെ അപ്പാന്റെ സേവ ചെയ്യണം. അതുകൊണ്ട് അഭിഷിക്തനൊന്നും പറയരുത് എന്ന് പറയുന്നത്, അഭിഷിക്തക്കെതിരെ ഒന്നും സംസാരിക്കരുത് എന്ന് പറയുന്നത്, അത് നീ ഇന്ന് പ്രാപിച്ച എല്ലാ ആത്മമണ്ഡലത്തെയും തകർക്കുന്നതാണ്. ഇത്രത്തോളം അഭിഷേകം കൊണ്ടുകൊണ്ട് വരും. പലപ്പോഴും മനുഷ്യർക്കുണ്ടാകുന്ന ഒരു തെറ്റാ, കുറവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളെ നടത്തുന്നവരെ, നമ്മളെ സഹായിക്കുന്നവരെ, നമ്മളെ ചേർത്ത് പിടിച്ചവരെ, നമ്മളെ കരത്താക്കിയവരെ കുറവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ നന്മ കാണത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇത് പറയും തോറും നമ്മുടെ അഭിഷേകം കുറയുകയാണ്. അങ്ങനെ തെറ്റ് ചെയ്യുന്ന പുരോഹിതനായിരിക്കാം, എനിക്കറിയില്ല, ആ ഒരു ദൂത സന്ധ്യസുമായി കണക്ട് ആകുന്നോ, തെറ്റ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ അധികാരത്തിലുള്ളത് കൊണ്ട് ഒന്നും പറയരുത്. നമ്മുടെ വാ മൂടിക്കെട്ടുവാൻ പരിശുദ്ധന്മാരോടൊക്കെ പറയുന്നു. നമ്മുടെ നാവ് നല്ലതിന് മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മൾ നന്മയ്ക്ക് ഉപയോഗിച്ചാൽ അത് അനുഗ്രഹമായി വെളിപ്പെടും. വാടാത്ത കിരീടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആകും. നിങ്ങളത് നഷ്ടമാക്കി കളയരുത്. നിന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വമുള്ളവരാക്കി നിങ്ങൾ മാറ്റണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ആ മന്ദിരത്തെ ഹല്ലേലൂയ അപ്പന്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യവുമായിട്ടൊന്ന് കണക്ട് ആയിക്കേ. ഇന്ന് ഏത് വിഷയത്തിന്റെ നടുവിലാണ് വന്നത്, ആ വിഷയം കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് കൊട്. അപ്പായനോട് സംസാരിക്കണം, അപ്പായനോട് ഇടപെടണം. അധികാരികൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ഹോസ്പിറ്റൽ ഡോക്ടർക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ ചില പൊസിഷനിൽ നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ചില ഹൃദയങ്ങൾ കരയുകയാണല്ലോ. ഉപവാസ പ്രാർത്ഥനയുടെ 10ാം ദിവസം നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ആരും എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ആരെയും നോക്കരുത്. പ്രാരംഭത്തിൽ നമ്മൾ കേട്ടതുപോലെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് വിടുതൽ പ്രാപിച്ച ആ ദൈവത്തിന്റെ മഹത്വമുള്ള ഒരു സ്ത്രീ, ആരും എന്നെ എന്തും പറഞ്ഞോട്ടെ, ഞാൻ കരഞ്ഞപ്പോൾ ആരും എന്റെ കൂടെ ഇല്ലായിരുന്നു, ഞാൻ വേദനിക്കപ്പെട്ടപ്പോൾ ആരും എന്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ യേശോപ്പായുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ആ സാന്നിധ്യം ഒന്ന് വെളിപ്പെടട്ടെ. ഒന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ആ സാന്നിധ്യമായി ഒന്ന് കണക്ട് ആയിക്കേ, ആ ദൈവ സാന്നിധ്യമായിട്ട് ഒന്ന് കണക്ട് ആയിക്കേ. ഈ മാസത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ യേശുവാ ഒന്ന് നന്ദി എന്ന് പറ. ഇത്ര നാൾ നടത്തിയ ദൈവത്തിന് നന്ദി പറ. നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ ബലമല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, ദൈവത്തിന്റെ കൃപയാണ്.
അന്യഭാഷ സംസാരിക്കുക. നിങ്ങൾ ഈ നിൽക്കുന്ന ഇടം നിങ്ങൾ മറക്കും. യെസ്, ലളിത സിസ്റ്ററിന്റെ മേലെ തീ പിടിക്കുന്നു, രഞ്ജുവിന്റെ മേലെ അത് തീ പിടിക്കുന്നു. ഞാൻ അത് കാണുന്നു, അക്ഷരാർത്ഥമായി കാണുന്നു. നിനക്ക് ഓരോ വ്യക്തികളുടെ പേര് പ്രീകസ് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിറച്ചിട്ടേ കർത്താവ് വിടത്തുള്ളൂ. ഹല്ലേലൂയ, ലേരവസക്തരാഗവ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. അപ്പന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. പറ, അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഞാൻ എവിടെയൊക്കെ സ്നേഹിച്ചു പോയപ്പോ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അങ്ങേക്കാൾ ഡെലിവറൻസിലേക്ക് ജനം കടന്നു വരികയാണ്. ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേനിക്കായി ചെയ്തതും അങ്ങേനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. കരങ്ങളുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. എന്റെ ചങ്കാളേ, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാളേ, എന്റെ അഴകാണ്, അമൃതാണ് യേശു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. നെച്ചിന് കൈവച്ച് പാടിക്കേ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി. അതിന്റെ പ്രസൻസിനെ ആദരിക്കുന്നു. വ്യക്തിയുടെ അടുത്ത് ദൈവത്തിന്റെ തീ പിടിക്കുന്നവരെ ദഹിപ്പിക്കുന്ന കരുണാമയനായ സ്നേഹവാനായ പിതാവ് ചിലരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന മനുഷ്യനെ നിന്നെ എനിക്ക് വേണം. കർത്താവ് പറയുന്നു, നിന്നെ കർത്താവിന് വേണം. എല്ലാ പ്രതികൂലങ്ങളും മാറാൻ പോകുന്നു. ജീവിതത്തിന്റെ അകത്ത് എല്ലാ പ്രയാസങ്ങളും മാറാൻ പോകുന്നു. ശുഭദിനമാനന്ദമാ
ഞങ്ങളെ സ്നേഹിക്കുന്ന സുഖ്യ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഈ രണ്ടാമത്തെ ബുധനാഴ്ച വീണ്ടും ഒരു പ്രാവശ്യം ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദേശത്തിൻ്റെ നാനഭാഗങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജനത്തെ ദൈവം വാക്കാൽ കൂട്ടിയച്ചതിനായി സ്തോത്രം. ശുശ്രൂഷിച്ച മകളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഭക്ഷണം ഓരോ മക്കളുടെ കിടന്നുണ്ട് ആടുതലി കിടന്നു ദൈവം സഹായിക്കണമേ. ഈ വീട്ടിൽ പങ്കെടുത്ത എല്ലാ മക്കളും അനുഗ്രഹത്തോടെ ദൈവം സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ക്രിസ്മസ്, പുതിയ വർഷം 2026 അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരട്ടെ. 2025 ലഭിക്കാത്ത നന്മകൾ 2026 ഈ ജനത നൽകട്ടെ. കർത്താവ്, ഈ മക്കൾ യേശുവിന്റെ നാമത്തിൽ ഈ ജനതയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ നന്മകളായി, പുതിയ അനുഗ്രഹങ്ങളായി ദൈവം ഈ ജനത്തെ പറയുന്നു. സ്വന്തം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി യേശുവിന്റെ നിങ്ങളുടെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനെ ആശ്വസിപ്പിക്കുന്ന കൂട്ടായ്മ നാം ഇവരോടും ഇന്ന് വരുന്നേക്കുണ്ടായിരിക്കുവാനാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ അണിയാരകം